Good morning all of you. In this video we will be studying how to draw the plan, section and elevation of a two-storied residence. So ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സിംഗിൾ സ്റ്റോറീഡ് റെസിഡൻസ് വിത്ത് സ്റ്റെയർ കേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഓൾറെഡി വി ഹാവ് പ്ലോട്ടഡ് എ സിംഗിൾ സ്റ്റോറീഡ് റെസിഡൻസ് വിത്ത് എ സ്റ്റെയർ കേസ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു സിംഗിൾ സ്റ്റോറീഡ് റെസിഡൻസ് വരച്ചിട്ട് അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്ലാനിന് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു ലൈൻ സ്കെച്ചായിട്ട് ഇവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാനൊരു സെപ്പറേറ്റ് ഷീറ്റിൽ ഇതിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ സ്കെച്ച് ഉണ്ടാക്കിയെടുത്തു. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ലൈൻ സ്കെച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ വാൾ തിക്നെസ്സിനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ പ്ലിന്തിനോ അല്ലാതെ ഈ റൂഫ് എഡ്ജിനോ കറസ്പോണ്ടിങ് ആയിട്ട് അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കോർണേഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് വാളിൻ്റെ ഔട്ടർ കോർണേഴ്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ബിൽഡിങ്ങിൻ്റെ ബീംസിനാണ് ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ ബീംസ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലായിരിക്കും. ഒന്നുകിൽ അതൊരു കൺസീൽഡ് ബീമായിരിക്കും, അല്ലെങ്കിൽ അതൊരു എക്സ്പോസ്ഡ് ബീമായിരിക്കും. സോ ഈ കൺസീൽഡ് ബീം എന്ന് പറയുന്നത് അത് വാളിൻ്റെ അകത്തായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഈ കാണുന്ന എല്ലാ വാളിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ബീംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബീം കാണാൻ പറ്റും, അതുപോലെ ഇവിടെ ഒരു ബീം, ഈ ബീം, ഇതൊക്കെ നമുക്ക് വാളിൻ്റെ അകത്ത് കൺസീൽഡ് ആയിരിക്കുന്ന ബീംസാണ്. സോ ആ ബീംസിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഈ പറഞ്ഞ വാൾ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇവിടെ കിട്ടും. ഇനി നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചില ബീംസ് ഉണ്ട്. ഈ ബീംസൊക്കെ നമുക്ക് പുറമേക്ക് കാണാൻ പറ്റും. സോ അതുപോലെ ഇവിടെ എനിക്കൊരു ബീം ഉണ്ടാവും. ഈ ബീം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റെയറിൻ്റെ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീമായിരിക്കും. സോ ഞാനതിവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല. അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഈ ഡോട്ടഡ് ലൈൻ, ഈ ലൈൻ ഡോട്ടഡ് ആവാൻ കാരണം നിങ്ങൾക്കറിയാം, it represents a beam and a beam is not visible if you are plotting below the sill level അല്ലേ. അതായത് സിൽ ലെവലിൻ്റെ താഴെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബീം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബീംസ് ഡോട്ടഡ് ആക്കി കൊടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഇത് ഒരു സ്റ്റെപ്പിനല്ല ഡിനോട്ട് ചെയ്യുന്നത്, ഇതൊരു ബീമാണ്. സോ ഈ ബീം ഇവിടെ തൊട്ട് ഇവിടം വരെയുണ്ട്. സോ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബീംസിനെല്ലാം ഇതിൽ കാണിക്കാൻ വേണ്ടി പറ്റും. സോ ഈ വാളിനകത്ത് കിടക്കുന്ന ബീംസിനെ നമുക്ക് ഡോട്ടഡ് ലൈനാക്കി കാണിച്ചാലും അത് ഫിഗറിൽ നമുക്ക് എക്സ്പോസ്ഡായി കാണാൻ പറ്റില്ല. കാരണം അത് ഡോട്ടഡ് ലൈനാണ്, അതിൻ്റെ മുകളിൽ മറ്റൊരു ബോൾഡ് ലൈൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാൾസിൻ്റെ മുകളിലുള്ള ബീംസിനെ നമുക്ക് ഈ പ്ലാനിൽ കാണാൻ വേണ്ടി പറ്റാത്തത്. പക്ഷേ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബീംസ് എല്ലാം, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ബീംസ്, അതുപോലെ ഇവിടെ കാണുന്ന ഈ സ്റ്റെയർ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ബീം, അതുപോലെ ഇവിടുത്തെ ബീംസ്, ഇതൊക്കെ നമുക്ക് ഡോട്ടഡ് ലൈനായിട്ട് പ്ലാനിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. സോ ഈ ബീംസിനെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് ആദ്യം നോക്കാം.
സോ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഇവിടുത്തെ ബീംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യാൻ പറ്റുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിലാണ്, അതായത് ഈ ബീംസിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബിൽഡിങ്സിൻ്റെ കോളംസ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റോറി അതിലെ കോളംസ് അല്ലെങ്കിൽ തൂണുകൾ അത് ഈ കാണുന്ന ബീംസിൻ്റെ മുകളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്ത് ഉണ്ടാക്കിയ കോളംസ്, ആ കോളംസിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസിൻ്റെ ബീംസ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റോറി അതിലെ ബീംസ് എന്ന് പറയുന്നത് കോളംസിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഈ കോളംസ് റെസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ബീംസിൻ്റെ മുകളിൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബീംസിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ പാകത്തിലായിരിക്കണം കോളംസ് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന കോളംസിൻ്റെ മുകളിലാണ് നമ്മൾ ഫർദർ ബീംസ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റോറി ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഡിസൈൻ ചെയ്യേണ്ടത്. സോ അതാണ് നിങ്ങൾ ഇതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം. സോ അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സിലേക്ക് കടക്കാം. സോ എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റോറിയിൽ വേണ്ടുന്നത് ഫോർ എക്സാമ്പിൾ 2 ബെഡ്റൂംസ് ആയിരിക്കും. വേണമെങ്കിൽ 2 ബെഡ്റൂംസ് പ്ലസ് ഒരു സ്റ്റഡി റൂം, അങ്ങനെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് റൂം കൂടെ അവിടെ നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ട് പറയാം. ബാക്കി വരുന്ന ഏരിയ നമുക്ക് ഓപ്പൺ ടെറേസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ രീതിയിൽ നമ്മൾ റിക്വയർമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലോർ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അതിനനുസരിച്ച് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്ത സെയിം കൺസെപ്റ്റ് ഇവിടെയും അപ്ലൈ ചെയ്യാം. നമ്മൾ റിക്വയർമെൻറ്റിനനുസരിച്ച് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ കാണുന്ന ഏരിയനെ നമ്മൾ ലെങ്ത് വൈസ് ആൻഡ് ബ്രെഡ്ത്ത് വൈസ് ഡിവൈഡ് ചെയ്യാം. സോ നമുക്കൊരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഓരോ റൂംസും നമുക്ക് കിട്ടും. ആ റൂംസിനെ നമ്മൾ എന്നിട്ട് ഇവിടെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ബാക്കി വരുന്ന ഏരിയ നമുക്ക് ഓപ്പൺ ടെറസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നെക്സ്റ്റ് ചെയ്യാനുള്ളത്. എന്നിട്ട് ആ കിട്ടുന്ന പ്ലാനിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിഗറിൻ്റെ ഈ ഒരു പോർഷനിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ നേരത്തെ ഒരു സിംഗിൾ സ്റ്റോറീഡ് റെസിഡൻസ് വരച്ചപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ലൈൻസൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡ്രോയിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ ലൈൻസൊക്കെ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഇറേസ് ചെയ്ത് കളയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ പ്ലോട്ട് ചെയ്യേണ്ടത്. പ്ലാൻ ഓഫ് ദ ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന സെക്ഷനിൽ ഈ സെയിം സെക്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യണം. കാരണം നമ്മൾ ഒരു സിംഗിൾ സെക്ഷൻ വെച്ചിട്ടാണ് ഈ എൻറ്റയർ ബിൽഡിങ്ങിനെ കട്ട് ചെയ്യുന്നത്. സോ ദ സെക്ഷൻ ലൈൻ ഷുഡ് പാസ് ത്രൂ ദ സെയിം ലൊക്കേഷൻ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ. സോ ആ രീതിയിലായിരിക്കണം സെക്ഷൻ ലൈൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്യുന്ന സെക്ഷണൽ ലൈൻസിൽ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് വ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ സെക്ഷണൽ വ്യൂ തന്നെ എനിക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ അതിനെനിക്ക് ഇതിൻ്റെ നേരത്തെ ഞാൻ ഈ റഫ് ഷീറ്റിൽ ചെയ്തതുപോലെ ഇവിടെ ഒരു ലേഔട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബിൽഡിങ്ങിൻ്റെ പ്ലാന് വരച്ചെടുക്കുക. സോ ഇതിനു വേണ്ടി ഞാനിവിടെ സോ ഇവിടെ എനിക്ക് ഈ ഒരു പ്ലാനിൻ്റെ ഔട്ടർ പോർഷൻ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ജസ്റ്റ് കോമ്പസ് യൂസ് ചെയ്യുന്നതാണ്. സോ എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഡയമെൻഷൻസ് അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാൻ പറ്റും.
സോ ഔട്ടർ ഡയമെൻഷൻസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ സ്റ്റെയർ റൂം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ ഇത്രയും ഏരിയ സ്റ്റെയർ റൂമിന് വേണ്ടി നീക്കി വെക്കേണ്ടി വരും. ഈ സ്റ്റെയർ റൂമിൽ എനിക്ക് ഈ സ്റ്റെയർ കാണുന്ന അത്രയും പോർഷൻ സ്ലാബിൽ ഒരു ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ആ ഓപ്പണിങ് 1 മീറ്റർ ആയിരിക്കും വിഡ്ത്ത്. ഇവിടെ 1 മീറ്റർ, അതുപോലെ ഇവിടെയും 1 മീറ്റർ വൈഡ് ആയിരിക്കും. സോ ഈ 1 മീറ്റർ ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ പോർഷനിൽ സ്ലാബ് പ്ലേസ് ചെയ്യാം. സോ എനിക്ക് ഈ രീതിയിൽ 2 ബെഡ്റൂംസ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 250/300 ആണ്. ഇതിൻ്റെ ഡയമെൻഷൻ 350/400 ആണ്. രണ്ടിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റെയർ റൂമിൻ്റെ ബാക്കി വരുന്ന സ്ലാബ് എനിക്ക് ഫ്ലോർ ഏരിയ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് ഞാൻ 2 ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ 2 ഡോർസും ബെഡ്റൂമിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഡോർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പോർഷനെ എനിക്കൊരു ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടുന്ന് ഒരു ഡോർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ബാക്കി വരുന്ന എഡ്ജസിലെല്ലാം എനിക്ക് പാരപ്പറ്റ് വാൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പാരപ്പറ്റ് വാൾസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എഡ്ജസിൽ പാരപ്പറ്റ് വാൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഓപ്പൺ ടെറസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യണം. സോ അത് നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് ഈ രീതിയിൽ ഈ ഓപ്പൺ ടെറസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനിൽ ചെയ്ത സെയിം മെത്തേഡ് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഹാച്ചിങ്, ലേബലിംഗ്, ഡയമെൻഷനിങ് എല്ലാം ഇവിടെയും അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ സെക്ഷണൽ ലൈൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സാക്റ്റ് ഈ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കണം നമ്മളിവിടെയും സെക്ഷണൽ ലൈൻ എടുക്കേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഔട്ടർ വാളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡയമെൻഷൻ എടുത്തതിന് ശേഷം ഇവിടെ അത് പ്ലോട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ മനസ്സിലാവും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സെക്ഷൻ ലൈൻ കട്ട് ചെയ്യാം. സോ സെക്ഷണൽ ലൈൻ ഷുഡ് ബി ലൈൻ ഡോട്ട്. സോ ഇൻ ദിസ് വേ you can make the sectional line and you can view in this direction. നമ്മൾ ഈ ഡയറക്ഷനിലാണ് ഗ്രൗണ്ട് പ്ലാൻ വ്യൂ ചെയ്തത്, അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ പ്ലാനും വ്യൂ ചെയ്യണം. സോ നമ്മളിവിടെ ട്രയാങ്കിൾ ഈ ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഡയറക്ഷനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ സെക്ഷനിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പ്ലാൻ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സ്റ്റെയർ അവസാനിക്കുന്ന ലാൻഡിങ്ങിൽ ഞാൻ ഒരു ഔട്ടർ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഔട്ടർ വാളിലാണ് പ്രൊവൈഡ് ചെയ്തത്. ആ ഡോറ് ഓപ്പൺ ടെറസിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതേ ലാൻഡിങ്ങിൽ ഞാൻ ബെഡ്റൂമിലേക്ക് ഒരു ഡോർ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലെ ഡോർ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സിൽ നമ്മൾ ഡോറ് ഒരു കോർണറിൽ കൊടുക്കുന്നതായിരിക്കും സ്പേസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ എനിക്ക് ഡോറ് ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സെക്ഷണൽ ലൈനിലൂടെ ഈ ഡോറ് കട്ടായി പോവുകയും ചെയ്യും. ഇനി എനിക്ക് ഇപ്പുറത്ത് ബെഡ്റൂമിൽ ഞാനൊരു ഡോറ് പ്രൊവൈഡ് ചെയ്തു. അതേപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അതിൻ്റെ ഡോറ് ഒരു കോർണറിൽ പ്രൊവൈഡ് ചെയ്തു. ഇനി ഓപ്പൺ ടെറസ് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. സോ അത് ഞാനൊരു ബാൽക്കണി ആയിട്ട് മോഡിഫൈ ചെയ്തു. സോ ബാൽക്കണി ആണെങ്കിലും അവിടെ എനിക്ക് പാരപ്പറ്റ് വാൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതേപോലെ അവിടെ ഒരു ബീമും കാണാൻ വേണ്ടി പറ്റും. ആ ബീമാണ് ഞാൻ ഡോട്ടഡ് ലൈനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ബാൽക്കണിയിലേക്ക് എനിക്ക് ഒരു 2 ലീഫ്ഡ് ഡോർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇവിടെയും 2 ലീഫ്ഡ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തത്. സോ അത് നിങ്ങൾക്ക് സിംഗിൾ ലീഫ്ഡ് ആക്കിയാലും കുഴപ്പമില്ല. സോ ഞാൻ ഇങ്ങനെ ഒരു ഡോറ് ബാൽക്കണിയിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അതേപോലെ ഇവിടെ ഒരു വിൻഡോ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ സൈഡിലും എനിക്ക് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാം ബെഡ്റൂമിന്. ഇവിടെ ഞാൻ വെന്റിലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സിന്. സോ ഇവിടെ ഞാൻ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സോ വിൻഡോസ് ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഡോറ് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഈ വിൻഡോസ് തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വിൻഡോസ് ഞാൻ ഈ ഡോറിൻ്റെ ഇപ്പുറത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ലാബ് ഓപ്പണിങ് എത്ര ഏരിയയിൽ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഇവിടത്തേക്ക് നോക്കുക. ഈ കാണുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 2 3 4 5 ഇത് 5ാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. സോ ഞാൻ ഈ 5ാമത്തെ സ്റ്റെപ്പിൻ്റെ എക്സാക്ട്ലി മുകളിൽ നിന്നാണ് ഈ സ്ലാബ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടുത്തെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. 1 2 3 4 5 അല്ലേ. സോ ഈ സ്റ്റെപ്പ് ഈ പൊസിഷനാണ് നമ്മൾ ഈ കാണുന്ന പൊസിഷൻ. സോ ഈ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് മെഷർ ചെയ്ത് എടുത്ത് നോക്കിയാൽ പോലും എനിക്ക് ഇവിടത്തേക്ക് എങ്ങനെ പോയാലും 2.4 അപ്പോൾ ഏകദേശം ഒരു 240 മീറ്റർ എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. സോ ഈ 240 മീറ്റർ സഫീഷ്യൻ്റ് ആണ് ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ ഇവിടെ നിന്നാൽ പോലും എങ്ങനെ പോയാലും 240 സെൻറ്റിമീറ്റർ ഒന്നും ക്ലിയറൻസ് ആവശ്യം വരില്ല. സോ എനിക്ക് ഈ 240 സെൻറ്റിമീറ്റർ സഫീഷ്യൻ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പണിങ് തുടങ്ങിയാൽ മതി. സോ ഇത്രയും ഭാഗത്ത് സ്ലാബ് ഓപ്പണിംഗ് ഇല്ലെങ്കിലും സ്ലാബ് ക്ലോസ്ഡ് ആണെങ്കിലും എനിക്കിവിടെ
240 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ക്ലിയറൻസ് കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് അതൊരു കുഴപ്പമായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ മുതൽ സ്ലാബ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഭാഗത്തെ സ്ലാബ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സ്ലാബിനെ എനിക്ക് ഫ്ലോറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഏരിയ കിട്ടുമ്പോൾ എനിക്ക് ഇവിടെ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ ഇവിടെ ഒരു ഡോറും പ്രൊവൈഡ് ചെയ്യാം. സോ ഒന്നുകൂടെ ഇവിടുത്തെ 5ാമത്തെ സ്റ്റെപ്പ്, ആ 5ാമത്തെ സ്റ്റെപ്പിൻ്റെ എക്സാക്ട്ലി മുകളിൽ വെച്ചിട്ട്, അതായത് ഈ സ്റ്റെപ്പിൻ്റെ എക്സാക്ട്ലി മുകളിൽ വെച്ചിട്ട് ഞാൻ ഓപ്പണിങ് തുടങ്ങുവാണെങ്കിൽ, ഈ സ്ലാബ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ക്ലിയറൻസ് ആയിട്ട് 240 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ. സോ ആ 240 സെൻറ്റിമീറ്റർ സഫിഷ്യൻ്റ് ആണ്. സോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ ക്ലിയറൻസ് എത്രയാണ് കിട്ടുന്നത്, ഒരു 1 മീറ്റർ ഒക്കെ കിട്ടും. അപ്പം ഇവിടെ എന്തായാലും നമ്മൾ ഡെഫിനറ്റ്ലി വി ഷുഡ് പ്രൊവൈഡ് ഓപ്പണിംഗ് അല്ലേ. കാരണം ഈ 1 മീറ്റർ കൊണ്ട് ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓപ്പണിംഗ് കൊടുത്തിട്ട് മുകളിൽ ക്ലിയറൻസ് കൂട്ടണം അല്ലേ. സോ നമുക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ മാത്രമേ ഈ ഓപ്പണിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ സ്ലാബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലാബിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഫ്ലോറിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ഏരിയയിൽ ഞാൻ വിൻഡോയും ഡോറും കൊടുത്തു. സോ എനിക്ക് ഇത്രയും സ്പേസ് ഒരു ഹോള് പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടുന്ന് എനിക്ക് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, 2 ബെഡ്റൂമിലേക്കും അതുപോലെ ഓപ്പൺ ടെറസിലേക്കും ആക്സസ് ഉണ്ട്. സോ ഈ രീതിയിൽ എനിക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിവിടെ ചെയ്തതുപോലെ ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഡയമെൻഷനിങ് കൊടുക്കുക, ലേബലിംഗ് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഫിനിഷ് ചെയ്തതായിട്ട് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ സെക്ഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ റൂഫ് എഡ്ജ് വരയ്ക്കുമ്പോൾ എവിടെയൊക്കെ വരയ്ക്കണം എന്നുള്ളതാണ്. സോ ഇതൊരു ഓപ്പൺ ടെറസ് ആണ്. സോ ഇത്രയും ഏരിയ ഓപ്പണായി കിടക്കും. ഇവിടെ നമുക്ക് റൂഫ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ റൂഫ് സ്ലാബ് നമുക്ക് ഇത്രയും പോർഷന് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. സോ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൊടുത്തതുപോലെ ഒരു 60 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഈ റൂഫ് സ്ലാബിൻ്റെ എഡ്ജ് എങ്ങനെ വരയ്ക്കും എന്നുകൂടെ നോക്കാം. സോ അത് ഇവിടെ നമ്മൾ കൊടുത്തതുപോലെ ഡോട്ടഡ് ലൈനായിട്ടായിരിക്കണം കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരയ്ക്കുന്നുണ്ടെങ്കിലും, അതായത് സെക്കൻഡ് സ്റ്റോറി വരയ്ക്കുന്നുണ്ടെങ്കിലും അത് കട്ട് ചെയ്യുന്നത് അവിടുത്തെ സിൽ ലെവലാണ്. സോ അവിടുത്തെ സിൽ ലെവൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് താഴേക്കാണ് നോക്കുന്നത്. അപ്പം ഇവിടുത്തെ റൂഫ് സ്ലാബ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ അത് ഡോട്ടഡ് ലൈനായിട്ട് കൊടുക്കുക വിത്ത് an extension of around 6 millimeter. ഓക്കെ. സോ നമുക്ക് ഈ രീതിയിൽ ഡോട്ടഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നമ്മൾ ഇത് പുറത്തേക്ക് ഇത്രയും ഭാഗം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാലും $60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ
6 മില്ലിമീറ്റർ എടുക്കുക. സോ ഈ രീതിയിൽ റൂഫ് സ്ലാബിൻ്റെ എഡ്ജ് നമുക്ക് ഡോട്ടഡ് ലൈനാക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇവിടെ വരയ്ക്കേണ്ട മറ്റൊരു കാര്യം പാരപ്പറ്റ് വാളാണ്. സോ പാരപ്പറ്റ് വാളെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സ്ലാബിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന പ്രൊജക്ഷനാണ്. സോ അത് ഒരു സേഫ്റ്റി കൺസിഡറേഷനിൽ കൊടുക്കുന്നതാണ് ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാതിരിക്കാൻ. സോ അതിന് ഒരു 60 സെൻറ്റിമീറ്റർ ഒക്കെ സഫീഷ്യൻ്റ് ആണ്. സോ ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഒരു വാള് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടുത്തെ സിൽ ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് താഴേക്കാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പാരപ്പറ്റ് വാള് കട്ടായി പോകുമോ അതോ കട്ടായ സെക്ഷനാണോ കാണുന്നത് അതോ കട്ടാവാതെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെയും വിൻഡോയുടെ ഡെപ്ത് നമുക്കൊരു 150 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ 150 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് സിൽ ലെവൽ എത്ര കിട്ടി? ഇവിടത്തേക്ക് നമുക്ക് ഡോറിൻ്റെ ഹൈറ്റ് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് ഡോറിൻ്റെ ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. സോ നമുക്ക് ആ 210 മൈനസ് ഈ 150 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 60 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ? സോ 210 മൈനസ് 150 = 60. സോ എക്സാക്ട്ലി നമുക്ക് ഈ 60 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാരപ്പറ്റ് വാളിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ പാരപ്പറ്റ് വാൾ കട്ടായി പോകുന്നില്ല, മറിച്ച് നമുക്കത് വ്യൂ ചെയ്യാനേ പറ്റൂ അല്ലേ? സോ നമുക്ക് കട്ടാവാതെ തന്നെ അതിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നത് കൊണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ വാൾ തിക്നെസ്, ആ പാരപ്പറ്റ് വാളിൻ്റെ വാൾ തിക്നെസ് കാണിച്ചാൽ മതി. അല്ലാതെ അതിന് ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ആ വാൾ തിക്നെസ് കൂടെ ഇവിടെ കാണിക്കാം. സോ നമുക്ക് ത്രൂ ഔട്ട് സ്ലാബിന് എന്ത് പ്രൊവൈഡ് ചെയ്യണം? പാരപ്പറ്റ് വാൾസ് പ്രൊവൈഡ് ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ വാൾസിന് പ്രൊവൈഡ് ചെയ്ത സെയിം തിക്നെസ് തന്നെ കൊടുത്താൽ മതി. സോ അപ്പം നമുക്ക് ആ പാരപ്പറ്റ് വാളിൻ്റെ തിക്നെസ് കൂടെ ഇവിടെ 20 സെൻറ്റിമീറ്റർ തിക്നെസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് നിങ്ങൾ ത്രൂ ഔട്ട് ഓപ്പൺ ടെറസിൻ്റെ സൈഡ്സിൽ പ്രൊവൈഡ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ ഫോർ എ 20 സെൻറ്റിമീറ്റർ തിക്ക് പാരപ്പറ്റ് വാൾ യു ക്യാൻ പ്രൊവൈഡ് 2 millimeter thick lines. സോ എനിക്കിവിടെ ത്രൂ ഔട്ട് 2 മില്ലിമീറ്ററുള്ള തിക്നെസ്സിൽ ഡബിൾ ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാരപ്പറ്റ് വാൾ. അതിന് ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് കട്ടായി പോകുന്നില്ല. സെക്ഷനിൽ കട്ടാവാത്തത് കൊണ്ട് അത് നമ്മൾ ജസ്റ്റ് ഡബിൾ ലൈൻ ആക്കിയിട്ട് കൊടുത്താൽ മതി. സോ ഈ രീതിയിൽ നമുക്ക് പാരപ്പറ്റ് വാൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇവിടെയും ഇങ്ങോട്ട് വാൾ തിക്നെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പുറത്തും എനിക്ക് ഈ രീതിയിൽ പാരപ്പറ്റ് വാൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി ജസ്റ്റ് നമ്മൾ ബീംസിൻ്റെ സിമ്പിളായിട്ട് ഞാൻ ഇതിവിടെ ഡോട്ടഡ് ലൈൻ കൊടുത്തു എന്നേ ഉള്ളൂ. സോ പാരപ്പറ്റ് വാൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ബോൾഡ് ലൈൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഹാൻഡ് റെയിൽ വരച്ചപ്പോൾ ഇത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഒരു സിംഗിൾ ലൈൻ ആയിട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. ഇത് നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ ഇതൊരു സിംഗിൾ ലൈനായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കണം. ശരിക്കും ഒരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് ഹാൻഡ് റെയിൽ വരുന്നത് ഇത്രയും പോർഷനിൽ മാത്രമാണ്. പിന്നെ വരുന്നത് ശരിക്കും ഇങ്ങോട്ടേക്കുള്ള ഒരു പ്രൊജക്ഷനാണ്. ബാക്കി വരുന്നത് ഈ ഒരു പോർഷനിലാണ്. സോ ഇത് എക്സാക്ട്ലി പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത്രയും ഭാഗം ഒരു ലൈനിലായിരിക്കും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? അതായത് ഇത്രയും ഭാഗം ഒരു ലൈനിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മറ്റൊരു ലെങ്ത്. സോ
ഈ കാണുന്ന ലെങ്ത്തും അതുപോലെ ഈ ലെങ്ത്തും നമുക്ക് വ്യൂ ചെയ്യുമ്പം ഒരു സിംഗിൾ ലൈനായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതൊന്നുകൂടെ പറയാം. നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് വരിക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കൊരു പ്രൊജക്ഷനാണ് ഈ കാണുന്ന പ്രൊജക്ഷൻ. ബാക്കി ഭാഗം ഈ ഭാഗത്താണ്. അത് ഇവിടെ നിന്ന് ഇത്രയും പോയതിന് ശേഷം പിന്നെ മുകളിലേക്ക് വന്നിട്ട് പിന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു സിംഗിൾ ലൈനാണെന്ന് വിചാരിക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ വരയ്ക്കുമ്പോൾ നമുക്കതൊരു സിംഗിൾ ലൈനായിട്ടാണ് കാണുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് തൊട്ടേ ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെയൊക്കെ നമുക്ക് ഈ തിക്നെസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ആ രീതിയിൽ ഇത് വരയ്ക്കുക. പിന്നെ നിങ്ങൾ സെക്ഷൻ ലൈൻ വരച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് ഹാച്ച് ചെയ്യേണ്ട പോർഷൻസ് ഹാച്ച് ചെയ്യുക. അതുപോലെ ഡയമെൻഷനിങ് ലേബലിംഗ് എല്ലാം ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻസ് ഒന്നും വരച്ചിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അഥവാ നിങ്ങൾ അങ്ങനെ തിയററ്റിക്കലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മറ്റൊരു ലെയർ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ കാണുന്ന ഫിഗർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പേപ്പർ കിട്ടും. അത് ഇതിൻ്റെ എക്സാക്ട്ലി മുകളിലായി കിടക്കും. അതിൽ ഈ കാണുന്ന ഫിഗർ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ചെയ്ത കൺസ്ട്രക്ഷൻ ലൈൻസ് 45 ഡിഗ്രിയിൽ നമ്മൾ വരച്ചതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാം. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാൻ വീണ്ടും ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് 2 ഷീറ്റിലായി പോകും. നമുക്കൊരു സിംഗിൾ ഷീറ്റിൽ വേണ്ടുന്നതുകൊണ്ട് അതേ പ്ലാൻ പിന്നെ ഇവിടെ വരയ്ക്കേണ്ടി വരും. ആ പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഇവിടെ തന്നെ ഇത് വരച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇത് മുകളിലേക്ക് മാറ്റി വരച്ചാൽ മതി. എക്സ്റ്റൻഷൻ ലൈൻസ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റൻഷൻ ലൈൻ വെച്ചിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഫോർ ദ ടൈം ബീങ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ് ആൻഡ് കോപ്പി പേസ്റ്റിംഗ് ദ മെഷർമെൻറ്റ്സ് എക്സാക്ട്ലി ഓൺ ദ സെക്ഷൻ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടാണെന്ന് വിചാരിക്കാം. സോ എനിക്ക് സെക്ഷൻ ലൈൻ്റെ ഈ പോയിന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഈ പോയിന്റ് ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി, നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഹിയർ അല്ലേ. സോ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് വ്യൂ ചെയ്യുന്നത്. സെക്ഷൻ ഇവിടെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. സോ എനിക്ക് ഇത് കിട്ടുന്നത് എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും അല്ലേ. അതായത് എനിക്ക് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരിക. സോ എനിക്കിത് ഇവിടുത്തെ പോയിന്റിനെ ഇവിടെ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുക. സോ ഇവിടുന്ന് മുകളിലേക്ക് ഈ കാണുന്ന വോള് വരച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്കത് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അതിൻ്റെ വോൾ തിക്നെസ് എനിക്കറിയാം. സോ ഇതിങ്ങനെ വരച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്ന വോൾ എന്ന് പറയുന്നത് ഈ വോളാണ്. അവിടുത്തെ ഒരു ഡോറും കട്ടായി പോകുന്നുണ്ട്. സോ എനിക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഡയറക്റ്റ് മെഷർ ചെയ്തിട്ട് അതിങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. സോ ഇവിടെ എനിക്ക് 1 മീറ്ററാണ് വരുന്നത്. സോ 1 മീറ്റർ വെടുത്തുള്ള ഒരു ടോയ്ലറ്റാണിത്. 1 മീറ്റർ സഫീഷ്യൻ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഒരു 1.5 മീറ്ററെങ്കിലും ഉണ്ടായാലേ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ആസ് എ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ ഈ മെഷർമെൻറ്റ് ഫോളോ ചെയ്യാം. എന്നിട്ട് ഈ 1 മീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ആ വോള് വരച്ച് വെക്കുക. സോ ഈ ഒരു വോള് വരച്ചപ്പോൾ എനിക്കിവിടെ ഒരു ഡോറ് കാണാൻ വേണ്ടി പറ്റി. ആ ഡോറ് കട്ടാവുന്നുണ്ട്. സോ എനിക്ക് ആ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.1 മീറ്റർ. സോ എനിക്ക് ഇവിടുന്ന് 2.1 മീറ്റർ ഇവിടം വരെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. സോ ഇവിടെ എനിക്ക് ഇങ്ങനെ ഇതിനൊരു ഡോറാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ആസ് യൂഷ്വൽ നിങ്ങൾ
ലിൻഡൽ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഇവിടെ കാണുന്ന ബീം നിങ്ങളിവിടെ മാർക്ക് ചെയ്യണം. ആ ബീം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതിന് മുകളിൽ നിങ്ങൾക്ക് സ്ലാബ് കാണാൻ പറ്റും. ആ സ്ലാബ് നിങ്ങൾക്ക് ഈ രീതിയിൽ പ്ലോട്ട് ചെയ്യാം. സോ അതിൻ്റെ എക്സ്റ്റൻഷൻ 60 സെൻറ്റിമീറ്റർ, അത് നമുക്ക് ഇവിടം വരെ ഉണ്ടാവും. സോ അതിവിടെ മെഷർ ചെയ്ത് വരയ്ക്കുക. ഇവിടെ നിങ്ങൾ ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യുക സ്ലാബിൻ്റെ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ വിൻഡോ പ്രൊവൈഡഡ് ഹിയർ. ഇവിടെ കൊടുത്ത വിൻഡോ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ വിൻഡോ കാണാൻ വേണ്ടി പറ്റും. സോ ആ വിൻഡോ നമ്മൾ ഈ ലെവൽ വരെ ഉണ്ടാവും. സോ നമുക്ക് 150 സെൻറ്റിമീറ്റർ, സോ 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടം വരെ ആയിരിക്കും വരിക. ഇവിടം വരെ വരും. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു 4 മില്ലിമീറ്റർ ഡിസ്റ്റൻസിലാണ്. സോ ഇവിടെ തുടങ്ങിയിട്ട് 1 മീറ്ററാണ്. സോ നമുക്ക് 1 സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒരു ചെറിയ വിൻഡോ ആയിട്ടാണിത് കിട്ടുന്നത്. സോ ഇതിൻ്റെ വിൻഡോ ഫ്രെയിം നിങ്ങൾ ഡബിൾ ലൈനാക്കി വരച്ചോളുക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കാണുന്നത് എന്താണെന്ന് നോക്കാം. ഈ വിൻഡോ കണ്ടു കഴിഞ്ഞാൽ ഈ ഡോറ് ക്ലോസിങ്ങിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ ഒരു വാൾ ഉണ്ടാവും. ആ വാൾ നമ്മൾ ഇവിടെ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. കാരണം അത് ഈ സ്റ്റെയർ റൂമിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആദ്യമേ വരച്ചിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ കാണുന്നത് ഈ ഒരു ഡോറായിരിക്കും. സോ ആ ഒരു ഡോർ എന്ന് പറയുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. പ്രാക്ടിക്കലി അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് ഞാനിവിടെ ഡോറ് കൊടുക്കുന്നു. അത് നമുക്ക് 1 മീറ്റർ, ജസ്റ്റ് 1 മീറ്റർ കിട്ടും വിഡ്ത്ത്. അതിൻ്റെ ഹൈറ്റും ഇതേ ലെവലിലായിരിക്കും. സോ ലിൻഡലിൻ്റെ ലെവൽ ഇവിടുന്ന് ഹൈറ്റ് കൊടുക്കുക. ഞാനിതൊരു 2 ലീഫ്ഡ് ഡോറാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളും ഇവിടെ സെക്ഷനിൽ അതിനെ 2 ലീഫ്ഡാക്കി കാണിക്കാം, 2 ലീഫ് കാണിക്കാം. അത് സിംഗിൾ ലീഫ്ഡ് ആയാലും മതി. പിന്നെ ഞാൻ കാണുന്നത് ഈ കാണുന്ന സ്ലാബ് ഓപ്പണിങ്ങിൻ്റെ ഹാൻഡ് റെയിലാണ്. സോ അതെനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വിൻഡോ കൊടുക്കുകയാണെങ്കിലും നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ഒരു ഹോളായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ ഇതിൻ്റെ എക്സാക്ട്ലി ബിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ലാബ് ഉണ്ടാവില്ല, അവിടെ ഒരു ഓപ്പൺ ഹോളായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ഒരു വിൻഡോ കൊടുത്താലും നമുക്കത് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒരു വെൻറ്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സഫിഷ്യൻറ്റ് വെൻറ്റിലേഷൻ ഇവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും ഭാഗം കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വോൾ കാണാൻ വേണ്ടി പറ്റും. അത് ഈ ഒരു വോളായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു മോഡിഫിക്കേഷൻ പ്രകാരം നമ്മൾ അവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഹാച്ചിങ് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു ഡോറ് വരച്ച് ചേർക്കേണ്ടി വരും. സോ ഇവിടുത്തെ പോലെ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ദ ലെവൽ ഓഫ് ദ ലിൻഡൽ, നമ്മളിവിടെ ഒരു ലിൻഡൽ വരും. അതിൻ്റെ താഴെ വിത്ത് എ ഡബിൾ ലൈൻ വി ക്യാൻ റെപ്രസെൻ്റ് എ ഡോർ. സോ ഇവിടുത്തെ പോലെ ഇവിടെ ഒരു ഡോർ വരും. സോ നിങ്ങൾ ഈ കാണുന്ന ഡോറായിരിക്കും അത്. അതിനുശേഷം ഈ റൂഫ് എഡ്ജ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കാണുന്നത് ഓപ്പൺ ടെറസാണ് അല്ലേ. പക്ഷേ നമ്മുടെ ഇവിടെ പാരപ്പറ്റ് വാൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ പാരപ്പറ്റ് വാൾ നമുക്ക് ഇവിടെ
2 മില്ലിമീറ്റർ തിക്നെസ്സിൽ 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇവിടം വരെ നമുക്ക് കൊടുക്കാം. സോ ഇത് രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട്. ഒന്നുകിൽ നമുക്ക് എക്സാക്ട്ലി ഈ വോളിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പാരപ്പറ്റ് വാൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജിൽ ഇവിടെ കൊടുക്കുന്നതിലും കുഴപ്പമില്ല. സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ്ലി അതിൻ്റെ ലോഡ് താഴെ വോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. പക്ഷേ നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് കിട്ടില്ല. സോ ഈ എൻഡിൽ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ കൂടെ അകത്തോട്ട് കിട്ടും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലോഡ് സ്ലാബ് വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുക. സോ അതിലും സേഫ് ആയിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എങ്ങനെ കൊടുക്കുകയാണെങ്കിലും പാരപ്പറ്റ് വാൾ അതിൽ കാണിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പാരപ്പറ്റ് വാൾ ത്രൂ ഔട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ പാരപ്പറ്റ് വാളാണ് നമ്മൾ ഇവിടെ വരച്ചത്. അതേപോലെ ഈ പാരപ്പറ്റ് വാളിൻ്റെ എഡ്ജും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മളതെന്ത് ചെയ്യണം, ആ എഡ്ജ് കട്ടായി പോകുന്നതില്ലെങ്കിലും നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് അതൊരു ലൈനാക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കണം. സോ നമ്മൾ ഈ കാണുന്ന പോർഷനിലെ പാരപ്പറ്റ് വാളിൻ്റെ എഡ്ജാണ്. ഈ കട്ടായി പോയ പാരപ്പറ്റ് വാളാണ് ഈ പോർഷൻ. ബാക്കിയുള്ളത് ഈ പാരപ്പറ്റ് വാളാണ്. ഈ പാരപ്പറ്റ് വാളല്ല, ഈ പാരപ്പറ്റ് വാൾ. സോ ഇവിടെ കാണുന്ന വാളായിരിക്കും നമ്മൾ ഈ കാണുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇത്രയും ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വോളിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ 1 മീറ്റർ ഉണ്ട്. സോ ഇവിടെ എനിക്ക് 1 മീറ്റർ കഴിഞ്ഞാൽ ഒരു ലൈന് മാർക്ക് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു സെക്ഷനാണ് വരുന്നത്. ആ സെക്ഷനിൽ ഒരു വാളും വരുന്നുണ്ട്, പാരപ്പറ്റ് വാൾ. സോ അത് ഈ പാരപ്പറ്റ് വാളാണ്. അത് കട്ടായി പോകുന്നത് ഇവിടെ കാണിക്കുക. പിന്നെ എനിക്ക് അത് ഇങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ടായി പോകുന്നില്ല. ഇവിടെ എനിക്ക് ഇത്രയും ചെയ്താൽ മതി. കാരണം നമുക്ക് വോൾ കട്ടാവുന്നത് ഇവിടെ വെച്ചാണ് വോൾ കട്ടാവുന്നത്. നമ്മുടെ സെക്ഷൻ ലൈൻ ഇതാണ്. സോ നമ്മൾ ഇവിടെ കട്ടാക്കി വരച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ, കട്ടാവുന്നില്ല. സോ ഈ വോൾ കട്ടാവുന്നില്ല, നേരത്തെ വരച്ചപ്പോഴുണ്ടായ കറക്ഷനാണ്. സോ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ആ കാണുന്നത് ഈ ഒരു വോളാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് വരുന്ന സെക്ഷൻ ഇങ്ങനെ കാണിച്ചാൽ മതി. അതിനുശേഷം ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ലൈനായിരിക്കും. സോ ആഫ്റ്റർ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇത്രയും പോർഷൻ, അത് ഈ പോർഷനായിരിക്കും. സോ അത് കഴിഞ്ഞാൽ എനിക്കിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ് മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. ഈ എഡ്ജായിരിക്കും ഈ എഡ്ജ്. സോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഒരു സെക്ഷനൊന്നും വരുന്നില്ല. സോ എനിക്കത് ത്രൂ ഔട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. സോ ഈ രീതിയിൽ എനിക്ക് സെക്ഷണൽ വ്യൂ ഓഫ് ദ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റോറി വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചില്ലേ നോക്കുക. സോ ഇവിടുത്തെ ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെയിൽ നമ്മൾ ഇവിടം വരെ ഒരു ലൈനിൽ, അതിനുശേഷം ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ അത് ഫിനിഷ് ചെയ്യുക. സോ കാണുമ്പോൾ നമുക്കൊരു സിംഗിൾ ലൈനായിട്ട് തോന്നും. പിന്നെ കാണുന്നത് ഈ ഡോറ്, പിന്നെ ഈ വോള് അത് കട്ടായി പോകുന്നുണ്ട്. പിന്നെ കാണുന്ന വിൻഡോ, പിന്നെ ഈ വിൻഡോ കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോറ്. സോ ഈ ഡോറ് ഇവിടെയാണ് വരുന്നത്. പിന്നെ കാണുന്ന ടോയ്ലറ്റ് അതാണ് ഈ കാണുന്നത്. സോ അത് ഇങ്ങോട്ടേക്ക് നെക്സ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ഇവിടെ ചെയ്തതുപോലെ ഇവിടെ ഒരു ലിൻഡലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ലിൻഡലല്ല, ഇവിടെ ഒരു സൺഷെയ്ഡൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങൾ ഇവിടുത്തെ കട്ടായി പോകുന്ന ലിൻഡലിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് ഇവിടെ ചെയ്തതുപോലെ ഒരു സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. സോ അത് എക്സാക്ട്ലി ഈ രീതിയിൽ കൊടുത്താൽ മതി. സോ ഇതും കട്ടായി പോകുന്നുണ്ട്. ഈ വാൾ ഇവിടെ കട്ടാവുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്ത് കാണിക്കണം. അതിനുശേഷം ഇത് കോൺക്രീറ്റിൻ്റെ ഹാച്ചിങ്ങിൽ കാണിക്കുക. സോ ഇത്രയും പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെക്ഷണൽ വ്യൂ കംപ്ലീറ്റഡ് ആണെന്ന് പറയാം. ബാക്കി ഹാച്ചിങ്, ലേബലിംഗ്, ഡയമെൻഷനിങ് ഒക്കെ
ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ എലിവേഷനിലേക്ക് വരിക. സോ നമ്മൾ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന പോർഷൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് വരയ്ക്കുക, അതാണ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എനിക്ക് ഈ കാണുന്ന പോർഷനാണ് ഇവിടെ വരിക. സോ അവിടെ ഒരു ബാൽക്കണിയാണ് വരുന്നത്. അതിന് നമ്മൾ 60 സെൻറ്റിമീറ്റർ പാരപ്പറ്റ് വാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇത്രയും ഭാഗത്തേക്ക് വരയ്ക്കാം. സോ അത് പാരപ്പറ്റ് വാൾ തന്നെ ആവണമെന്നില്ല, അത് വേണമെങ്കിൽ ഹാൻഡ് റെയിലായിട്ടും കൊടുക്കാം. ഹാൻഡ് റെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ രീതിയിൽ കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ബാലുസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. സോ ബാലുസ്റ്റേഴ്സ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്പേസിങ് കൺസിഡർ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. സോ അവിടുത്തെ സ്പേസിങ് ഈക്വൽ ആയിരിക്കണം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് വരയ്ക്കുകയാണ്. നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ സ്പേസിങ് കൺസിഡർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ബാൽക്കണി ഇവിടുത്തെ വിൻഡോ കാണാൻ വേണ്ടി പറ്റും. സോ ആ വിൻഡോ എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം ലെവലിലായിരിക്കും വരിക. സോ നിങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മീറ്റർ വിടുത്തുള്ള വിൻഡോയാണ്. സോ ഈ വിൻഡോയാണത്. സോ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 മില്ലിമീറ്റർ വരച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ. സോ നമുക്ക് ഈ രീതിയിലായിരിക്കും ആ വിൻഡോ വരുന്നത്. അത് വരച്ചതിന് ശേഷം അതിൻ്റെ ഡെപ്ത്ത് ഇത്രയും വേണ്ടി വരും. സോ നമ്മൾ ഹാൻഡ് റെയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡെപ്ത്ത് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ജസ്റ്റ് പാരപ്പറ്റ് വാളാണെങ്കിൽ അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് റെയിൽ കൊടുത്തുകൊണ്ട് നമ്മളതിൻ്റെ ബോട്ടം പോർഷൻ കൂടെ ഇവിടെ വരച്ച് ചേർക്കുന്നു. സോ നമുക്ക് ഈ രീതിയിലൊരു വിൻഡോ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഡോറും ഇവിടുത്തെ വിൻഡോയുമാണ്. സോ ആ ഡോർ എനിക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് ഇവിടെ എനിക്ക് 1 മീറ്റർ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഹാൻഡ് റെയിൽ 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതൊരു 60 സെൻറ്റിമീറ്റർ ഒക്കെ മതി, ഇത്രയും മതി. സോ അതൊരു 60 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടം വരെ വരും. സോ അത് എക്സാക്ട്ലി വിൻഡോയുടെ താഴത്തെ ലെവൽ, സിൽ ലെവൽ വരെയാണ് വരുന്നത്. സോ ഇതിനെ എനിക്ക് ഈ രീതിയിൽ മാറ്റി വരയ്ക്കാം. അതിനുശേഷം വിൻഡോ അവിടെ ഈ രീതിയിൽ വരയ്ക്കാം. പിന്നെ ഈ സ്ലാബ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കാണിക്കാം. അതോടൊപ്പം സ്ലാബിൻ്റെ പ്രൊജക്ഷനും ഇവിടെ വരും. സോ അത് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ അല്ലെങ്കിൽ ഈ കാണുന്ന സെയിം ലൈനിൽ ഇങ്ങോട്ടേക്ക് വരച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന പാരപ്പറ്റ് വാൾ. സോ അത് ത്രൂ ഔട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റും. അതെനിക്ക് ഹാൻഡ് റെയിലായിട്ടോ പാരപ്പറ്റ് വാളായിട്ടോ കൊടുക്കാം. ജസ്റ്റ് പാരപ്പറ്റ് വാളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഇത്രയും ഭാഗം അപ്പുറത്ത് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഡോറും ഈ വിൻഡോയുമാണ് പിന്നെ ഞാൻ കാണുക.
ഈ ഡോറ് ഈ വോളിലേക്ക് കണക്റ്റഡ് ആണ്. സോ എനിക്ക് അതിന് ഇതിൻ്റെ സെയിം എടുത്തായിരിക്കും വരിക. സോ ഈ കാണുന്ന ഡോറിൻ്റെ എക്സാക്ട്ലി മുകളിലായിരിക്കും നമുക്ക് മറ്റൊരു ഡോറ്, ഈ ഡോറ്. സോ അതിന് ഇവിടം വരെ ഹൈറ്റ് ഉണ്ടാവും. അതിൻ്റെ ഫ്രെയിം ഡബിൾ ലൈനായിട്ട് കാണിക്കാം. സോ ഈ രീതിയിൽ ഇവിടെ എനിക്കൊരു ഡോർ കിട്ടും. അതിനുശേഷം ഞാൻ കാണുന്നത് ഈ വിൻഡോ ആയിരിക്കും. ഈ വിൻഡോ ഇതിനോട് ചേർന്നിട്ടാണ് ജസ്റ്റ് 2 മില്ലിമീറ്റർ ഗ്യാപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ രീതിയിലായിരിക്കും അത് പോകുന്നത്. സോ ഈ ഡോറ് താഴോളം ഉണ്ടാവും, പക്ഷേ വിൻഡോ എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ടാവും. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്, അതായത് 1 മീറ്റർ. സോ നമുക്ക് 1 സെൻറ്റിമീറ്ററുള്ള ഒരു നാരോ ആയിട്ടുള്ളൊരു വിൻഡോ ഇവിടെയും വരും. അതിൻ്റെ ഫ്രെയിമും കൂടെ ഡബിൾ ലൈനാക്കി വരച്ച് കാണിക്കാം. സോ ഈ രീതിയിൽ അതിൻ്റെ ഫ്രെയിമും കൂടെ വരച്ച് ചേർക്കാം. പിന്നെ നമ്മൾ കാണുന്നതാണ് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു വോളാണ് കാണാൻ വേണ്ടി പറ്റുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നമുക്ക് ഓപ്പൺ ടെറസാണ്. സോ ഇവിടെ നിങ്ങൾ ഈ പാരപ്പറ്റ് വാൾ ഇങ്ങോളം എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ആകപ്പാടെ ചെയ്യാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് ഓപ്പണായിട്ട് കിടക്കും. സോ പാരപ്പറ്റ് വാൾ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഉണ്ടാവില്ല. സോ ഈ രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തതായിട്ട് പറയാം. ബാക്കി ഭാഗം നമുക്ക് ഈ കാണുന്ന വോളായിരിക്കും. അത് നമുക്ക് ഇവിടെ വെച്ച് കട്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈന്, ഈ കാണുന്ന എഡ്ജ്, ഈ കോർണറിൽ ഈ എഡ്ജ് താഴേക്ക് വരും. അപ്പോൾ ആ എഡ്ജ് നമ്മളിവിടെ വരച്ച് ചേർക്കാം. ശരിക്കും നേരത്തെ പറഞ്ഞ ആ ലൈന് തന്നെ ആയിരിക്കും അത് വരുന്നത്. സോ നമുക്ക് ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ എഡ്ജ് ആയിരിക്കും. സോ അത് നമുക്കിവിടെ വരച്ച് ചേർക്കാം. ഇനി നമ്മൾ ഈ സ്ലാബിലേക്ക് വരാൻ വേണ്ടി പാടില്ല. സ്ലാബ് ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ലൈന് പോകുന്നത്. ബാക്കി നമ്മൾ ഈ പാരപ്പറ്റ് വാൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇൻ ദിസ് വേ വി ക്യാൻ മേക്ക് ദ എലിവേഷൻ ആൻഡ് സെക്ഷൻ ഓഫ് എ 2-storied റെസിഡൻസ്. സോ നമ്മൾ ഈ രീതിയിൽ ഇത് ഫിനിഷ് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇവിടെ ഹാച്ചിങ്, ലേബലിങ്, ഡയമെൻഷനിങ് അത് രണ്ടിടത്തും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക.